ഇനി എന്തിനാ ഇവിടെ നിൽക്കുന്നേ? പോന്ന് പറഞ്ഞില്ലേ? അതോ ഇവിടുന്ന് വരാൻ നിങ്ങൾക്ക് മനസ്സ് തോന്നുന്നില്ലേ? ഇനി എല്ലാവരുടെയും കൂടെ ചേർന്ന് ബീനയുടെ മുൻപിൽ നിങ്ങൾക്ക് എന്നെ ഇനിയും കൊച്ചാക്കണോ? അതിനു വേണ്ടിയിട്ടാണോ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്? നമ്മൾ എന്തിനാ ഇവിടെ വന്നതെന്ന് നിനക്ക് ഓർമ്മയുണ്ടോ? മീരെ ആദർശിനെ വിരുന്നിന് ക്ഷണിക്കാനാ നമ്മളിവിടെ വന്നത്. വന്ന കാര്യം മര്യാദയ്ക്ക് ചെയ്യാതെ ഇവിടെ നിന്ന് തിരിച്ചു പോകുന്നത് ശരിയാണോ? അതിന് ആദർശ് ഇവിടെ ഇല്ലല്ലോ. മീരയുടെ കാര്യം വേണ്ട രീതിയിൽ പറഞ്ഞിട്ട് പോകാമല്ലോ. ആദർശിനെ പിന്നീട് വേണമെങ്കിൽ ഫോൺ ചെയ്ത് പറഞ്ഞാൽ പോരെ? ആദർശിനെ പോലെ തിരക്കുള്ള ഒരാൾക്ക് കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവുന്നതല്ലേ ഉള്ളൂ. ശരി, എങ്കിനി അത് ചെയ്തില്ലെന്ന് വേണ്ട. മനോജേട്ടൻ ചെന്ന് മീരയോട് വിശദമായിട്ട് എല്ലാം പറഞ്ഞു ക്ഷണിച്ചിട്ട് വാ. നീ വരുന്നില്ലേ? ഇല്ല, ഞാൻ വരുന്നില്ല. ആ ബീനെ ഞാനും തമ്മിൽ കണ്ട ശരിയാവില്ല. വെറുതെ വീണ്ടും വഴക്കാവും. നിന്നോട് ഞാനൊരു 100 വട്ടം പറഞ്ഞതാ ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ല, ഒന്ന് ഫോൺ ചെയ്ത് പറഞ്ഞാൽ മതിയെന്ന്, ഇല്ലേ? അപ്പൊ അത് കേട്ടില്ല. ഇപ്പൊ നിനക്ക് മതിയായല്ലോ. അതിന് അവൾ ഇവിടെ വന്ന് താമസിക്കുന്നുണ്ടെന്ന് ഞാൻ എങ്ങനെ അറിയാനാ? അങ്ങനൊരു ചിന്ത എന്റെ മനസ്സിൽ കൂടെ പോയതേ ഇല്ല. നീ ചിന്തിക്കുന്നത് പോലെയല്ല ഈ ലോകവും മനുഷ്യരും. ആവശ്യമില്ലാത്ത നിന്റെ ചിന്തകളുടെയും വാശികളുടെയും കുഴപ്പം കൊണ്ടാ ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാകുന്നു. എന്റെ ചിന്തകൾക്കും വാശികൾക്കും കുഴപ്പമുണ്ട്, സമ്മതിച്ചു. അതിന്റെ വിചാരണയൊക്കെ ഇനി പിന്നെ നടത്താം. അതോ ഇവിടെ വെച്ച് തന്നെ എല്ലാം തീർത്ത് എന്നെ എല്ലാവരുടെ മുൻപിൽ നാണം കെടുത്തിട്ട് തിരിച്ചു പോകുന്ന ഉറപ്പിച്ചിട്ടാണോ നിൽക്കുന്നത്? വെറുതെ എന്നെ നോക്കി എന്തിനാ പല്ല് കടിക്കുന്നേ? മനോജേട്ടൻ പോയി മീരയെ ക്ഷണിച്ചിട്ട് വാ. ശരി, നന്ദിയോടെ നിൽക്ക്, ഞാനിപ്പോ വരാം. അതെ, അധികം സമയമൊന്നും എടുക്കണ്ട, വേഗം വന്നേക്കണം. അല്ലെങ്കിൽ ഇനി അവൾ എന്റെ ഇല്ലാത്ത കുറ്റങ്ങളെ നിങ്ങളെ പറഞ്ഞ് കേൾപ്പിച്ചിട്ടേ വിടൂ. നീ ആ വണ്ടി കയറിയിരിക്കും തന്നെ. ശല്യം. മീരെ ക്ഷണിച്ചിട്ട് ഞാൻ ഇപ്പോ വരാം. ധന്യവിടെ മനോജ്? പുറത്തുണ്ട്. വെറുതെ ഇവിടെ വന്നാൽ 1-2 പറഞ്ഞ് വഴക്കാവും. ഹരിയേട്ടൻ വെറുതെ എന്നെ നോക്കണ്ട. ഞാനൊന്നും ചെയ്തിട്ടല്ല ഇങ്ങനൊക്കെ സംഭവിച്ചത്. ഇനിയിപ്പോ കഴിഞ്ഞതെല്ലാം പറഞ്ഞ് ഒരു സംസാരം വേണ്ട. അതാ എല്ലാവർക്കും നല്ലത്. മോളെ മീര, ആദർശിനെയും മോളെയും വിരുന്നിന് ക്ഷണിക്കാനാണ് ഞങ്ങൾ വന്നത്. ആദർശിന് തിരക്ക് കുറഞ്ഞൊരു ദിവസം നോക്കി നിങ്ങൾ വീട്ടിലേക്ക് വരണം. വരാം അമ്മാവ. എന്തിന്? മനോജേട്ട മീരമോളുടെ അമ്മാവൻ എന്ന നിലയിൽ വിരുന്നിന് ക്ഷണിച്ചത് നല്ല കാര്യം തന്നെയാ. പക്ഷേ മീരയും ആദർശിനെയും കണ്ട ധന്യയ്ക്ക് എന്റെ കുറ്റം പറയാനും എന്റെ കുറവുകൾ അക്കവിട്ട് നിർത്താനും അല്ലേ നേരം ഉണ്ടാവൂ. വിരുന്നുണ്ടെന്നതിന് പകരം ധന്യയുടെ കുശുമ്പും കുന്നായ്മയും കേട്ട് വയറു നിറച്ച് അവര് പോരേണ്ടി വരും. നിർത്തുന്നുണ്ടോ താൻ? ഞാൻ പറഞ്ഞതിൽ ഒരു തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഹരിയേട്ടാ. എന്റെ മോള് ധന്യുള്ള ആ വീട്ടിലേക്ക് പോകരുതെന്നാ എന്റെ ആഗ്രഹം. ഞാൻ പറഞ്ഞ ഇവരനുസരിക്കുമെങ്കിലേ ഇവരോട് പോകരുതെന്ന് തന്നെ ഞാൻ പറയുള്ളൂ. സാവിത്രി അമ്മയോടോ മനോജേട്ടനോടോ എനിക്ക് ഒരു ദേഷ്യവും ഇല്ല. പക്ഷേ ധന്യയുടെ കാര്യം അങ്ങനെയല്ല. എന്റെ മോളോട് എന്നെ കുറിച്ച് എന്തൊക്കെയാ പറഞ്ഞതെന്ന് ഞാൻ എന്റെ ചെവി കൊണ്ട് കേട്ടതാ. ബീനോട് നിർത്താൻ ഞാൻ പറഞ്ഞു. മനോജെ, ആദർശം മീരയും വന്നോളും. ഇവിടെ ഉണ്ടായ വഴക്കിന്റെ പേരിൽ ബീന ഓരോന്ന് വിളിച്ച് പറയുന്നതാ. ശരി, ഞാനെന്നാ ഇറങ്ങട്ടെ. ആദർശിനെയും മോളെയും ഞാൻ ഫോണിൽ വിളിക്കാം. ശരി അമ്മാവ, ആദർശനോട് ഞാൻ പറഞ്ഞേക്കാം. ഹരി, ഇറങ്ങട്ടെ. പോട്ടടി.